കഥ തുടരുന്നു. മുന്നോട്ടാഞ്ഞവർ ഒന്ന് ശങ്കിച്ചു നിന്നു. ആ നിമിഷമാണ് ബാൽക്കണിയിൽ നിന്ന് ഒരട്ടഹാസം കേട്ടത്. ഒഴുക്കമാ എൻ മാമാവെ വിട്ടിട്. ഇല്ലാട്ടി ഇന്ത് തുപ്പാക്കി പാത്തിയാ. കേരള വനത്തിലേക്കുള്ള ആനയെ വേട്ടയാടിയ പഴക്കം ഇതുക്കിറുക്ക്. ഒരേ വെടി ഉൻ മണ്ട ചിതറി തെറിച്ചിടും. ആദ്യ തലത്തിരിച്ച് സ്റ്റെയർ കേസിന് മുകളിലേക്ക് നോക്കി. അവിടെ 35 വയസ്സിൽ അധികം വരാത്തൊരു ചെറുപ്പക്കാരൻ, കയ്യിൽ തൻ്റെ നേരെ ചൂണ്ടപ്പെട്ട ഡബിൾ ബാരൽ ഗൺ. ഏതാവൻ? ആദ്യ ഗൗണ്ടറോട് തിരക്കി. എൻ്റെ മരുമകനാ, മകളുടെ ഭർത്താവ്. ഓഹോ, ആദ്യ അവനോട് വിളിച്ചു പറഞ്ഞു. നീ ഒരുപാട് വെടിവെച്ചിട്ടുള്ളവനാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലായി. അല്ലേലും കേരളത്തിലെ വനത്തിലേ ഉള്ളടാ നല്ല തലയെടുപ്പുള്ള കൊമ്പന്മാരെ. അല്ലാതെ നിൻ്റെയൊക്കെ വനത്തിൽ കാണുന്നത് നിന്നെ പോലെയുള്ള മോഴകളാ. അതുകൊണ്ട് മോനെ, തോക്കിൽ നല്ല ഒന്നാന്തരം ഉണ്ടയാണെങ്കിലും നല്ല ഉന്നം നിനക്കുണ്ടെങ്കിൽ മാത്രമേ വെടിവെക്കാവൂ. അതല്ലെങ്കിൽ അങ്ങ് കേരളത്തിലേക്ക് പോരടാ. മിടുക്കരായ അച്ഛന്മാരുടെ കീഴിൽ വെടിവെച്ച് പഠിക്കാൻ നിനക്ക്. അതിനുശേഷം എൻ്റെ മുന്നിൽ വാടാ ഈ പൊട്ടാസ് പെട്ടിയുമായിട്ട്. ഡേയ്, അവൻ അലറി. പോടാ. അതേ സ്വരത്തിൽ ആദ്യ തിരിച്ചടിച്ചു. നിനക്ക് ഒറ്റ തന്തയെ ഉള്ളോന്ന് തിരിച്ചറിയാൻ പറ്റിയ നേരമായത്. വയ്ക്കട വെടി ചുണയുണ്ടെങ്കിൽ. പക്ഷേ നിന്റെ കൈ വിറച്ചാൽ നിനക്ക് ഒത്തിരി തന്തമാരുണ്ടെന്ന് ഞാൻ കരുതും. നീ വെടി വയ്ക്കണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം. എന്നാൽ ബുള്ളറ്റ് ഇവിടെ എത്തുന്ന 1.5 സെക്കൻഡ് പോലും വേണ്ട എനിക്ക് ഈ ഗൗണ്ടറുടെ കഴുത്തിലെ വള്ളി മുറിക്കാൻ. ആദ്യ കടാര ഗൗണ്ടറുടെ കഴുത്തിൽ ശരിക്കും ചേർത്തു. ഗൗണ്ടറുടെ മുഖം ചോര വാർന്നതുപോലെ വിളറി. ഗൗണ്ടർ കൈ ഉയർത്തി മരുമകനോട് അരുതെന്ന് ആംഗ്യം കാണിച്ചു. അവൻ്റെ കൈവിരൽ തോക്കിൻ്റെ ട്രിഗറിൽ നിന്ന് വിറച്ചു. ഉനക്കെന്നെ വേണം സൊൽ? ഗൗണ്ടറുടെ മരുമകൻ വിളിച്ചു ചോദിച്ചു. അത് ന്യായമായ ചോദ്യം. ആണുങ്ങളായാൽ ഇങ്ങനെ വേണം പ്രശ്നങ്ങൾ ഡീൽ ചെയ്യാൻ. ആദ്യ ഒന്ന് ചിരിച്ചു നിന്നയോടെ. പിന്നെ പറഞ്ഞു. എനിക്ക് വേണ്ടത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും ജീവനാ. അതിനെനിക്ക് ഈ ഗൗണ്ടറുടെ സഹായം മാത്രം മതി. അതിനുവേണ്ടി ഇദ്ദേഹം എൻ്റെ കൂടെ ഒരിടം വരെ വരണം, അത്രമാത്രം. ഗൗണ്ടറുടെ കണ്ണുകൾ മിഴിഞ്ഞു. എൻ്റെ കഴുത്തേന്ന് കത്തിയൊന്ന് മാറ്റിക്കേ, അയാൾ വളരെ സൂക്ഷിച്ചു പറഞ്ഞു. അവൻ കടാര മാറ്റി. ഈ ചെറിയ കാര്യത്തിനാണോ നീ ഈ ഷോയെല്ലാം കാണിച്ചത്? അങ്ങേക്ക് അതൊരു ചെറിയ കാര്യമായിരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെയല്ല. എവിടെയെങ്കിലും ഒന്ന് പിഴച്ചാൽ അച്ഛൻ്റെ അമ്മയുടെ മാത്രമല്ല എൻ്റെ കുടുംബത്തിലെ മൊത്തം പേരുടെയും ജീവൻ അത് ആപത്താ. ഗൗണ്ടറുടെ മുഖം ചുളിഞ്ഞു. നിന്നെപ്പോലെ ചങ്കുറുപ്പുള്ളവരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ട് എന്താ ഉണ്ടായതെന്ന് നീ പറഞ്ഞു. എന്നിട്ട് എൻ്റെ അതിഥിയായിട്ട് ഇവിടെ ഇരിക്കേ. നിൻ്റെ അപ്പനെയും അമ്മേനെയും ഒരു പോറൽ പോലെ ഏൽപ്പിക്കാതെ ഇവിടെ കൊണ്ടുവരാൻ ഒരു ഫോൺ കോൾ മാത്രം മതി എനിക്ക്. അയാൾ പ്രതീക്ഷയോടെ ആദ്യം നോക്കി. അതിനുള്ള കഴിവ് അങ്ങേക്കുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. അങ്ങ് നേരിട്ട് വരേണ്ട പ്രശ്നമാണ്. എന്നാൽ അത് ഇവിടെ വെച്ച് എല്ലാവരും കേൾക്കേ പറയാനും പറ്റത്തില്ല. ആദ്യ ശബ്ദം താഴ്ത്തി ഗൗണ്ടർക്ക് മാത്രം കേൾക്കാവുന്ന ഒച്ചയിൽ കാതിൽ പറഞ്ഞു. ഞാനിതിവിടെ എല്ലാവരും കേൾക്കെ പറഞ്ഞാൽ അതപ്പോൾ തന്നെ എൻ്റെ ശത്രുവിൻ്റെ കാതിലെത്തും. പിന്നെ എനിക്ക് അങ്ങയുടെ മകനെയാവും കൊല്ലേണ്ടി വരിക. കിടുങ്ങിപ്പോയി ഗൗണ്ടർ. കാര്യത്തിൻ്റെ ഏതാണ്ടൊരു വശം അയാൾക്ക് പിടികിട്ടിയതുപോലെ. അതിനാൽ അങ്ങ് സഹകരിക്കണം, എൻ്റെ കൂടെ വരണം. ഗൗണ്ടർ ചിന്തിച്ചു നിന്നു. ആരും നമ്മളെ പിന്തുടർന്ന് വരരുതെന്ന് പറയും, അവൻ നിർദ്ദേശിച്ചു. ഗൗണ്ടർ എല്ലാവരെയും നോക്കി. ഒരുവൻ കൂടെ എൻ പിന്നാടി വരക്കൂടാതെ പുരീതാ. മറിച്ച് യാരാവതും എന്നെപ്പറ്റി ഫോണിൽ പേശിനാലോ പോലീസുക്ക് തെരുവിട്ടാലോ നടക്കരുത് വേറെ. അതൊരാജ്ഞയായിരുന്നു. ആരും മറുപടി പറഞ്ഞില്ല. പക്ഷേ അവർ വരുമെന്ന് ആദിക്കറിയാം. പുറത്തേക്ക് നടക്ക്, അവൻ ഗൗണ്ടർക്ക് വഴികാട്ടി. അവനെ സൂക്ഷിച്ചൊന്ന് നോക്കിയിട്ട് ഗൗണ്ടർ അരുണാചലം അനുസരിച്ചു. കരുതലോടെ ആദ്യം അയാളെ പുറത്തെത്തിച്ചു. ലിജോ, ആരും നമ്മുടെ പുറകെ വരരുത്. ആ വാക്കുകൾക്കിടയിൽ ഒളിഞ്ഞിരുന്ന അർത്ഥം ലിജോ തിരിച്ചറിഞ്ഞു. ഞൊടിയിടയിൽ അവൻ ആ വലിയ വാതിൽ പുറത്തുനിന്നടച്ച് ഓടാമ്പലിട്ടു. തൊറയുടെ കഥവ്. അടുത്ത നിമിഷം അകത്തുനിന്ന് വാതിൽ തട്ടിയുള്ള അട്ടഹാസങ്ങൾ കേട്ടു തുടങ്ങി. ഗൗണ്ടറുടെ ബംഗ്ലാവിൻ്റെ പോർച്ചിലും മുറ്റത്തുമായി 7-8 വാഹനങ്ങളുണ്ടായിരുന്നു. ലിജോ കത്തിയെടുത്ത് എല്ലാത്തിൻ്റെയും 2 ടയറുകൾ വീതം കുത്തിക്കീറി. ആദ്യം ഗൗണ്ടറെ ജീപ്പിൻ്റെ മുൻസീറ്റിൽ കയറ്റി. പിന്നെ ഒപ്പം കയറി. സാജൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയായിരുന്നു. ഭയന്നിരിക്കുകയാണ് ഭദ്ര. ഏട്ടൻ്റെ കളി തീ കൊണ്ടാണെന്ന് അവൾക്കറിയാം. ഏതു നിമിഷവും തങ്ങൾ പിടിക്കപ്പെടും. വിട്ടോ സാജ, ആദ്യം നിർദ്ദേശിച്ചു. അവൻ ജീപ്പ് തിരിച്ചു. പിന്നെ ഗേറ്റിന് പുറത്തെത്തിച്ചു വേഗത കുറച്ചു. പിന്നാലെ ഓടിച്ചെന്ന ലിജോ ഗേറ്റിനോട് ചേർന്ന വാച്ചറുടെ റൂമിൽ നിന്ന് ഗേറ്റിൻ്റെ താഴും താക്കോലും എടുത്തു. പുറത്തിറങ്ങിയ ശേഷം ഗേറ്റ് പൂട്ടി താക്കോൽ ഒരേറു വെച്ച് കൊടുത്തു ഇരുളിലേക്ക്. ഒപ്പം ജീപ്പിൽ ചാടിക്കയറി. മിസൈൽ വേഗത്തിൽ അത് പാഞ്ഞു. യാത്രക്കിടെ ഉണ്ടായത് മുഴുവൻ ആദി ഗൗണ്ടറോട് പറഞ്ഞു. എല്ലാം കേട്ട് അയാളുടെ തല കുനിഞ്ഞു. ഇങ്ങനെ ഒരു മകൻ ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ ലജ്ജിച്ച് തല കുനിക്കാത്ത ഒരു ദിവസം പോലും ഇന്നില്ല ആദി. പക്ഷേ എന്തു ചെയ്യാനാ? ഗൗണ്ടർ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. കൊന്നുകളയാൻ പറ്റുമോ? അയാൾ പരിതപിച്ചു. പിന്നെ ഓർമ്മിപ്പിച്ചു. അവൻ്റെ മുന്നിൽ നിങ്ങൾ എന്നോട് യാതൊരു ദയയും കാണിക്കരുത്. അവന് സംശയം തോന്നരുത്. അങ്ങനെ ചെയ്താൽ ഒരുപക്ഷെ എനിക്ക് പോലും ജീവനോടെ മടങ്ങാനാവില്ല. താൻ കേട്ടിട്ടുള്ളതിനേക്കാളൊക്കെ ഒരുപാട് നല്ലവനാണ് ഗൗണ്ടർ എന്ന് മനസ്സിലാക്കുകയായിരുന്നു ആദി.
അവൻ കത്തി മാറ്റി. ഗൗണ്ടർ തിരിഞ്ഞു ഭദ്രയെ നോക്കി. മകളെ, നിനക്കുണ്ടായ അപമാനങ്ങൾക്കും പ്രയാസങ്ങൾക്കുമൊക്കെ മാപ്പ് ചോദിക്കുകയാണ് ഞാൻ. അയ്യോ, അതൊന്നും വേണ്ടയ്യാ, അവൾ പെട്ടെന്ന് പറഞ്ഞു. ഇതിനിടെ ആദി നേരത്തെ തൻ്റെ ഫോണിലേക്ക് വന്ന അഴകരാജയുടെ നമ്പറിലേക്ക് തിരിച്ചു വിളിച്ചു. തുടർന്ന് ഫോൺ സ്പീക്കർ മോഡിലാക്കി ഗൗണ്ടർ കൂടി കേൾക്കാൻ. നീ എന്ത് തീരുമാനിച്ചു? അഴകരാജയുടെ ശബ്ദം. ഞാൻ വരുന്നു. തേരേക്കാർ പുത്തൂരിലേക്ക്. അവിടെ നിൻ്റെ ആളുകൾ ഉണ്ടാവുമല്ലോ? ഉണ്ടാവും. പക്ഷേ ഭദ്രയും കാണണം നിൻ്റെ കൂടെ. അല്ലെങ്കിൽ ആ നിമിഷം ഞാൻ വിവരമറിയും. അവിടെ വെച്ച് തന്നെ നിന്നെ തീർക്കും. ഇവിടെ വെച്ച് നിൻ്റെ അപ്പാവേ അമ്മാവേ. അവളും എൻ്റെ കൂടെയുണ്ട്. റൊമ്പ താങ്ക്സ്. വന്നോളൂ. അപ്പുറത്തു നിന്ന് അഴകരാജയുടെ ഉച്ചത്തിലുള്ള ചിരി. ആദി പല്ല് ഞെരിച്ചുകൊണ്ട് ഫോൺ കട്ട് ചെയ്തു. എല്ലാം കേട്ടിരുന്ന ഗൗണ്ടർ മന്ത്രിച്ചു. ദുശാസനൻ്റെ പുനർജന്മമാണ് അവനെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ആയുസ്സെത്താത്ത ഒടുങ്ങിപ്പോകും. ജീപ്പ് ഓടിക്കൊണ്ടിരുന്നു. അതിനിടെ ആദി ഇനി ചെയ്യേണ്ട കാര്യത്തെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാൻ മറ്റുള്ളവർക്ക് നൽകി. തേരേക്കാൽ പുത്തൂർ. അവർ അവിടെ എത്തുമ്പോൾ 2 സുമോ വാനുകൾ കാത്തുകിടക്കുകയാണ്. ഒന്ന് സ്ട്രീറ്റ് ലൈറ്റിന് ചുവട്ടിൽ ജീപ്പ് നിന്നു. 12 പേർ പെട്ടെന്നിറങ്ങി. ജീപ്പിൽ നിന്ന് ആദ്യം പുറത്തേക്ക് കാൽ വെച്ചു. ഗുണ്ടകൾ പൊടുന്നനെ അവന് മുന്നിൽ ഒരർദ്ധ വലയം തീർത്തു. അവളെങ്കെ? ഒരുവൻ മീശയിലൊന്ന് തടവി. ഉണ്ട് കൂട്ടുകാരെ പറഞ്ഞിട്ട് ആദി ഗൗണ്ടറിൻ്റെ കഴുത്തിൽ കത്തിച്ചേർത്ത് പുറത്തിറങ്ങി. കിടുങ്ങിപ്പോയി ഗുണ്ടകൾ. ഒറ്റയാളും കാൽ പോലും അനക്കരുത്. അനക്കിയാൽ പിന്നെ ഗൗണ്ടർ ജീവനോടെ കാണില്ല. ആദിയുടെ ശബ്ദം പരുഷമായി. ഗുണ്ടകൾ പരസ്പരം നോക്കി. എന്താ എങ്കെ രാസാവയെ തുടരുക? അവൾക്ക് ഉനക്ക് ധൈര്യം വന്നിരിച്ചാ? ഒരുവൻ ഷർട്ടിൻ്റെ കോളറിനടിയിലേക്ക് കൈ കടത്തി അറ്റം വളഞ്ഞു കൂർത്ത തിരുപ്പാച്ചി വാൾ വലിച്ചെടുത്തു. വേണ്ട, ഗൗണ്ടർ കൈ ഉയർത്തി. നീങ്കെ അവസരപ്പെട്ട യോസന പണ്ണമേ എതുമേ ചെയ്തിരാങ്കെ. ഇപ്പോൾ വയ്ക്ക് എൻ ഉയരുത്താൻ മുഖ്യം. മുന്നോട്ടാഞ്ഞ ഗുണ്ട പെട്ടെന്ന് നിന്നു. ഗൗണ്ടർ തുടർന്നു. ഇപ്പോൾ ഇവൻ എന്നെ ചൊല്ലാങ്കെന്ന് മുടിവ് പണ്ട്രാൻ. ഗുണ്ടകൾ രോഷം കടിച്ചമർത്തി നിന്നു. ലിജോ, ആദ്യം വിളിച്ചു. ഓ, കാര്യം പിടികിട്ടിയ അവൻ ഗുണ്ടകൾക്കടുത്തെത്തി. അണ്ണാച്ചിമാർ കയ്യിലുള്ള ആയുധങ്ങൾ, സെൽഫോണുകൾ എല്ലാം ഇങ്ങ് തന്നേര്. അവൻ കൈനീട്ടി. പക്ഷേ അവർ കൊടുത്തില്ല. കൊടുത്തിരുക, ഗൗണ്ടർ നിർദ്ദേശിച്ചു. മനസ്സില്ലാ മനസ്സോടെ അവർ അനുസരിച്ചു. 12 പേരിൽ നിന്ന് 18 മൊബൈൽ ഫോണുകൾ, 6 വാളുകൾ, 2 നഞ്ചക്ക്, 3 കുറുവടികൾ, 1 പിസ്റ്റൾ, പിന്നെ ഇടിക്കട്ട, കത്തി തുടങ്ങിയവ എല്ലാം വാങ്ങി ലിജോ തങ്ങൾ വന്ന ജീപ്പിലേക്ക് ഇട്ടു. മാത്രമല്ല അവരുടെ ശരീര പരിശോധനയും നടത്തി. എല്ലാം ഭദ്രമാണെന്ന് ഉറപ്പുവരുത്തി. ആ ക്ഷണം ഒരു ഫോൺ ശബ്ദിച്ചു. ലിജോ ജീപ്പിൽ നിന്നത് എടുത്തു നോക്കി. ഡിസ്പ്ലേ സ്ക്രീനിൽ ഒരാളുടെ ഫോട്ടോയും അതിന് താഴെ അഴക എന്ന പേരും തെളിഞ്ഞു. അവനാ അളിഞ്ഞ രാജ, ലിജോ ആദിയോട് പറഞ്ഞു. ഇതാരുടെ ഫോണാ? ആദി ഗൗണ്ടറെ അല്പം കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് തിരക്കി. എന്നുടെ, ഒരാൾ നാവനക്കി. എങ്കിൽ അത് വാങ്ങി അഴകരാജയോട് സംസാരിക്കി. അവന് യാതൊരു സംശയവും തോന്നാത്ത വിധത്തിൽ. എന്നെയും ഭദ്രയെയും കിട്ടിയെന്നും അവിടേക്ക് പുറപ്പെടുകയാണെന്നും പറ. ആദി ഗൗണ്ടറുടെ കഴുത്തിൽ കത്തി അമർത്തുന്നതായി ഭാവിച്ചു. ഗുണ്ടയ്ക്ക് അനുസരിക്കുക മാത്രമായിരുന്നു ഏകമാർഗം. അവങ്ങളെ കിടച്ചാച്ചു സാർ, നാങ്കെ പുറപ്പെട്ട തയ്യാറായിരിക്കാൻ, അയാൾ പറഞ്ഞു. പെട്ടെന്ന് ലിജോ ആ ഫോൺ പിടിച്ചു വാങ്ങി കട്ട് ചെയ്തു. ആ പിസ്റ്റളിങ് എടുത്തേര് ലിജോ. അവൻ ജീപ്പിൽ നിന്ന് അതെടുത്ത് ആദിക്ക് നൽകി. ആദി അത് ഇടുപ്പിൽ തിരുകി. സാജ, നിങ്ങൾ പോയിക്കോ. ഓ. നേരത്തെ പറഞ്ഞ പ്രകാരം ഗുണ്ടകളുടെ ആയുധങ്ങളും ഫോണുകളുമായി സാജനും ഭദ്രയും ജീപ്പിൽ കയറി. ഗുണ്ടകൾ തീർത്തും നിസ്സഹായരായി. ഇനി നിങ്ങൾ ഒരാൾ ഒഴികെയുള്ളവർ റോഡിനപ്പുറത്തേക്ക് പോയി നിൽക്ക്, ആദിയുടെ അടുത്ത നിർദ്ദേശം. പോയിക്കൊള്ളാൻ ഗൗണ്ടറും തലകൊണ്ട് ആംഗ്യം കാട്ടി. ഒരാൾ അവിടെ നിന്നു. മറ്റുള്ളവർ റോഡിൻ്റെ മറുഭാഗത്തേക്ക് പോയി. നീ വണ്ടിയുടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറ്, ആദി അവിടെ നിന്നവനോട് ആജ്ഞാപിച്ചു. അവൻ മുന്നിൽ കിടന്നിരുന്ന സുമോയുടെ ഡ്രൈവിംഗ് സീറ്റിലെത്തി. അതിൽ തന്നെ ഗൗണ്ടറെയും കൊണ്ട് ആദിയും കയറി. ലിജോ, ആ സുമോയിൽ നീയും പോര്. ശരിയടാ. രണ്ടാമത്തെ സുമോയിൽ അവനും കയറി. ആദി തങ്ങൾ കയറിയ വാഹനത്തിലെ ഡ്രൈവർക്ക് ആജ്ഞ നൽകി. ഇനി നേരെ അഴകരാജയുടെ അടുത്തേക്ക് വിട്ടോ. അതിനിടെ നീ എന്തെങ്കിലും ഫൗൾ പ്ലേക്ക് മുതിർന്നാൽ. 2 സുമോകളും സ്റ്റാർട്ടായി. മറ്റുള്ളവർ മിഴിച്ചു നിൽക്കവേ ഇരുളിൽ വെളിച്ചത്തിൻ്റെ ഒരു ഗുഹ തെളിയിച്ചുകൊണ്ട് 2 വണ്ടികളും പാഞ്ഞുപോയി. കുറച്ചു ദൂരം പിന്നിട്ടപ്പോൾ ഇരുവശത്തും വെണ്ടത്തോട്ടങ്ങൾ തെളിഞ്ഞു. സുമോകൾ ഒരു തോട്ടത്തിലേക്ക് തിരിഞ്ഞു. മൺപാത. ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ അകലെ ഒരു ഫാം ഹൗസ് കണ്ടു. അവിടെയാണോടാ അഴകരാജ? ആദി ഗുണ്ടയെ നോക്കി. ആമാ, അയാൾ തലയാട്ടി. വണ്ടി നിർത്ത്. അയാൾ ബ്രേക്ക് അമർത്തി. ഇനി ഗിയർ ന്യൂട്രലാക്കിയിട്ട് നീ ഇറങ്ങി ഇപ്പുറത്ത് വാ. ലൈറ്റ് അണയ്ക്കുകയോ എഞ്ചിൻ ഓഫാക്കുകയോ വേണ്ട. ഗുണ്ട ഇറങ്ങി. പിന്നിൽ കൂടി വന്നാൽ മതി. ഹെഡ്ലൈറ്റിന് മുന്നിലൂടെ അയാൾ വന്നാൽ ഫാം ഹൗസിൽ ഇരിക്കുന്നവർക്ക് സംശയം തോന്നിയാലോ? ആദി അങ്ങനെ ചിന്തിച്ചു. ഗുണ്ട അവൻ്റെ ഇടതുഭാഗത്തെത്തി. എന്നാ ദേ ഇതിനാ പറഞ്ഞതും ആദി കടാര പിടികൊണ്ട് അയാളുടെ ഉച്ചയിൽ ഒറ്റയിരി. ഹാ. നേരിയ ഒരു ഞരക്കം മാത്രം അയാളുടെ നാവിൽ നിന്ന് അടർന്നു. പിന്നെ ചലനശേഷി നഷ്ടമായതുപോലെ പിറകോട്ട് മലർന്നു.
റോഡ് സൈഡിലേക്ക് വീണു. അങ്ങ് അവിടേക്ക് ഇരുന്നൊന്ന് വണ്ടി ഓടിച്ചാൽ. ആദി ഗൗണ്ടറെ നോക്കി വിനയം ഭാവിച്ചു. ഓക്കെ. ഗൗണ്ടർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് നിരങ്ങി മാറി. വീണ്ടും സുമോകൾ മുന്നോട്ട്. ഫാം ഹൗസിനോട് അടുക്കും തോറും ആദിയുടെ ഹൃദയത്തിരുപ്പിന് വേഗതയേറി. അവൻ്റെ കണ്ണുകൾ വട്ടം ചുറ്റി. മുറ്റത്തെ വിറക് കൂട്ടി തീയിട്ടിരിക്കുന്നു. അതിനിരുവശത്തും ഓരോ കവരമുള്ള കമ്പുകൾ നാട്ടിയിട്ടുണ്ട്. പിന്നെ അതിൽ കമ്പിയിൽ കോർത്ത ചെമ്മരിയാടിൻ്റെ തൊലിയിരിച്ച പൂർണ്ണരൂപം തീക്ക് മുകളിൽ വെന്തുകൊണ്ടിരിക്കുന്നു. തീയുടെ ചുവപ്പും സ്വർണ്ണ നിറവും ഇടകലർന്ന വെളിച്ചത്തിൽ കുറേ പേർ. അവർക്ക് നടുവിൽ ഒരു ചാരുകസേരയിൽ കയ്യിൽ മദ്യക്കുപ്പിയുമായി ഒരു ചക്രവർത്തിയുടെ ഭാവത്തിൽ അഴകരാജ. വാഹനങ്ങൾ അവിടെ നിന്നതും ഏവരും തിരിഞ്ഞു. അഴകരാജ പെട്ടെന്ന് എഴുന്നേറ്റു. മറ്റുള്ളവരും അതിസന്തോഷത്തോടെ. എല്ലാത്തെയും കൊണ്ടുപോയകടെ. അലറിക്കൊണ്ടെടുത്ത അഴകരാജയ്ക്ക് മുന്നിലേക്ക് കഴുത്തിൽ കത്തിയമർത്തിയ ഗൗണ്ടറുമായി ആദ്യിറങ്ങി. പിന്നിലെ സുമയിൽ നിന്ന് ലിജോയും. ആ കാഴ്ച കണ്ട് കിടുങ്ങിപ്പോയ അഴകരാജയുടെ കയ്യിൽ നിന്ന് മദ്യക്കുപ്പി വഴുതി വീണു ചിതറി. ഡേയ്, അഴകരാജ അലറി. എൻ്റെ അച്ഛനെ തൊടാൻ മാത്രം നീ വളർന്നോടാ? ഉന്നെയും ഉങ്കെ അപ്പ അമ്മ എല്ലാത്തെയും കൊന്നണപ്പോൻ അന്ത യമലോകത്തേക്ക്. അതിനാലേ മര്യാദയാ ചൊല്ലേൻ. ഒഴുക്കാമ എൻ അപ്പവെ എങ്കിട്ടെ അനുച്ചുവിട്. അഴകരാജ കൈ ചൂണ്ടി. ആ വിരൽ നിന്ന് വിറച്ചു. അഴകരാജയുടെ ഒരു ഡസനോളം വരുന്ന ഗുണ്ടകൾ അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. ഗൗണ്ടറുടെ കഴുത്തിൽ കടാര കുറുക്കെ അമർത്തിക്കൊണ്ട് തന്നെ ആദ്യ ചിരിച്ചു. നോക്ക് അഴകരാജ, നിന്നോട് യുദ്ധം ചെയ്യണമെന്ന ആഗ്രഹം എനിക്കിപ്പോഴുമില്ല. പക്ഷേ ഒന്നുണ്ട്, എൻ്റെ അച്ഛനെയും അമ്മയെയും കേടുകൂടാതെ എനിക്ക് കിട്ടണം. നിനക്ക് നിൻ്റെ അച്ഛനോട് സ്നേഹമുള്ളതുപോലെ എനിക്ക് എൻ്റെ മാതാപിതാക്കളും പ്രിയപ്പെട്ടതാ. അതും മറക്കരുത്. അഴകരാജ നിഷേധഭാവത്തിൽ തലയാട്ടി. മുടിയാതെ, ഞാൻ തീരുമാനിച്ചാൽ തീരുമാനിച്ചതാ. മുന്നാടി വൈത്തക്കാൽ ഒരടി കൂടെ വയ്ക്കാട്ടെ. അതുകൊണ്ട് എണ്ണ നഷ്ടപ്പെട്ടാലും അതെനിക്ക് പ്രശ്നമല്ലടാ. ഓഹോ, ആദ്യ ചിരിച്ചു. ആ പറഞ്ഞതിൻ്റെ അർത്ഥം നിനക്ക് ഈ ഗൗണ്ടറിൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ലെന്നല്ലേ? ആ ചോദ്യത്തിന് മുന്നിൽ അഴകരാജ ഒന്ന് പരുങ്ങി. ആദി ദയനീയമായ ഗൗണ്ടറെ നോക്കി. ഒന്നും മിണ്ടാതെ മകനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അയാൾ. മകനെക്കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ടെങ്കിലും അയാൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവൻ്റെ തനി ഗുണം നേരിൽ കാണുന്നത് ഇപ്പോഴാണ്. ശേഖരനും സുഗന്ധിയും കുറച്ചപ്പുറത്തായി കൈകൾ പിന്നിലേക്ക് ബന്ധിക്കപ്പെട്ട നിലയിൽ നിലത്തിരിപ്പുണ്ടായിരുന്നു. ലിജോ മുന്നോട്ട് നീങ്ങി ആദിയുടെ സമീപത്ത് നിലയുറപ്പിച്ചു. അഴകാ, ആദിയുടെ ശബ്ദം വീണ്ടും ഉയർന്നു. ഞങ്ങൾക്ക് സമയം വളരെ കുറവാ. നിനക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് കൂടുതൽ നിൽക്കാതെ എൻ്റെ അച്ഛനെയും അമ്മയെയും ഇങ്ങത്താ. തരില്ല. അതേക്കുറിച്ച് നീ ചിന്തിക്കുക വേണ്ട. കല്ലിച്ചതായിരുന്നു അവൻ്റെ ശബ്ദം. അപ്പോൾ ഗൗണ്ടർ നാവനക്കി. മോനെ അഴകാ, വിട്ടുകൊടുത്തേരടാ അവരെ. ഈ പക ഇവിടം കൊണ്ടങ്ങ് അവസാനിക്കട്ടെ. ഹാ! ദേഷ്യത്തിൽ അഴകരാജ മുഖം വെട്ടിച്ചു. ഇതുമാത്രം അച്ഛൻ എന്നോട് പറയരുത്. എൻ്റെ ജീവനപ്പോൾ ഇവൻ്റെ കടാരമുനയിൽ അവസാനിച്ചോട്ടെ എന്നാണോ നീ പറയുന്നത്? അങ്ങനെയായാലും ഇവനെ ഞാൻ വിടില്ല. അഴകരാജ ക്രൂരമായി ചിരിച്ചു. ആടിനെ ചുട്ടെടുക്കും പോലെ തീയിലിട്ട് ഇവനെയും ചുടണം എനിക്ക്. അപ്പോൾ എൻ്റെ കാര്യമോടാ? ഗൗണ്ടറുടെ കണ്ണുകൾ കുറുകി. എനിക്ക് ലക്ഷ്യമാണ് പ്രധാനം. അതിനിടെ മരിക്കാനാണ് അച്ഛൻ്റെ വിധിയെങ്കിൽ ഞാനെന്ത് ചെയ്യാൻ? അഴകാ, ഗൗണ്ടറുടെ ഒച്ച അറിയാതെ ഉയർന്നു പൊങ്ങി. അതെ, അഴകരാജയുടെ മറുപടിയും അതേ ശബ്ദത്തിലായിരുന്നു. ഇത്രയും കാലം ഒരു രാജാവിനെ പോലെ കഴിഞ്ഞില്ലേ അച്ഛൻ? ഇനി ഞാൻ ഭരിക്കാം. അച്ഛൻ്റെ മരണം നോക്കി നിന്ന മക്കളുടെ കഥ പുരാണങ്ങളിൽ പോലുമില്ലേ? അച്ഛനു വേണ്ടി സുഖവും സ്വന്തം യൗവനവും വരെ ഉപേക്ഷിച്ച മക്കളുണ്ട്. ഉള്ളിലെ നടുക്കത്തിനിടയിലും ഗൗണ്ടറുടെ വാക്കുകൾക്ക് മൂർച്ച കൂടി. അവരെയൊക്കെ വിഡ്ഢികളെന്നേ ഞാൻ പറയൂ. ഒരു പുരുഷായുസ് മുഴുവൻ കുടിച്ചും കൂത്താടിയും സുഖിച്ച പിതാവിന് വേണ്ടി സ്വന്തം സുഖവും യൗവനവും ദാനം ചെയ്തവരെ അല്ലാതെ എന്ത് വിളിക്കാൻ? അഴകരാജയുടെ നോട്ടം വീണ്ടും ആദിയിൽ തറഞ്ഞു. തന്തയും തള്ളയും കൊണ്ട് വിജയശ്രീ ലാളിതനായി മടങ്ങിപ്പോകുന്ന ഒരു ക്ലൈമാക്സ് ഒരിക്കലും നീ പ്രതീക്ഷിക്കേണ്ട മോനെ. അതുകൊണ്ട് എൻ്റെ അപ്പാവെ കൊല്ലുകയാണെങ്കിൽ നീ അങ്ങ് കൊല്ലടാ. നിനക്ക് ചങ്കൂറ്റമുണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അല്ലെങ്കിൽ അപ്പാവെ ഞാൻ തന്നെ കൊന്നിട്ട് ആ കുറ്റം കൂടി എനിക്ക് നിൻ്റെ മേൽ ചുമത്തി തരേണ്ടി വരും. പിന്നെ നീ ജയിലിൽ, അല്ലെങ്കിൽ തൂക്കുമരത്തിനടിയിൽ. ഞെട്ടിവിറച്ചു പോയി ആദി. അയ്യോ, ഞാൻ എന്ത് ചെയ്യണം? ആദി ഗൗണ്ടറുടെ കാതിൽ ശബ്ദം താഴ്ത്തി തിരക്കി. നീ തന്നെ എന്നെ അങ്ങ് കൊന്നേര്. മകൻ്റെ കൈകൊണ്ട് ചാകുന്നതിലും നല്ലതല്ലേ അത്? ഗൗണ്ടറുടെ കണ്ണുകളിൽ 2 തുള്ളിക്കണ്ണുനീർ നിന്ന് വിറച്ചു. പെട്ടെന്ന് അഴകരാജ അനുയായികൾക്ക് നിർദ്ദേശം നൽകി. അവനെ കൊന്നിട്. എൻ അപ്പ കഥയും മുടിച്ചിട്. ഗുണ്ടകൾ മരവിച്ചു പോയി. പക്ഷേ അടുത്ത നിമിഷം കർമ്മനിരതരായ അവർ മുന്നോട്ട് കുതിച്ചു. ഞൊടിയിൽ ആദിയും ലിജോയും പുറം ചേർന്ന് നിന്നു. മരിക്കുന്നെങ്കിൽ അതും ഒന്നിച്ച്. പക്ഷെ പൊരുതിയേ മരിക്കൂ. ഇനിയത്തെ ഗൗണ്ടർ ഞാൻ. അഴകരാജ അലറിച്ചിരിച്ചു. ആദി വേഗം ഇടുപ്പിന് പിന്നിലേക്ക് കൈക്കടത്തി നേരത്തെ ഗുണ്ടകളിൽ നിന്ന് പിടിച്ചു വാങ്ങിയ റിവോൾവർ വലിച്ചെടുത്ത് അവൻ അഴകരാജയെ ഉന്നം വച്ചു. അഴകരാജ! അവൻ ട്രിഗർ അമർത്തി. നടക്കുന്ന ഒരു വെടിവെച്ച തോട്ടത്തിൽ പ്രതിധ്വനിച്ചു. ബുള്ളറ്റ് അഴകരാജയുടെ കാതിനരികിലൂടെ മൂളിപ്പറന്നുപോയി. ആടിനെ തൂക്കിയിരുന്ന തൂൺ ചിതറി. ആട് തീയിലേക്ക് വീണു. തീപ്പൊരികളും ചാരവും ഇളക്കിപ്പറന്നു.
അഴകരാജ ശരിക്കും ഭയന്നു. മുന്നോട്ടാഞ്ഞ ഗുണ്ടകൾ പിന്നോക്കം മാറി. ആദി റിവോൾവറിൻ്റെ ലക്ഷ്യം അഴകരാജയിൽ നിന്നും മാറ്റിയില്ല. സ്വന്തം തന്തയെ കൊന്നിട്ടായാലും അധികാരം പിടിച്ചെടുത്ത് സുഖജീവിതത്തിനൊരുങ്ങുന്ന നിന്നെപ്പോലുള്ളവർ ഭൂമിക്ക് മേൽ പാടില്ലടാ. പക്ഷേ തെരുവ് നായെ പോലെയുള്ള നിന്നെ കൊന്നിട്ട് ജയിലിൽ ജീവിതം ഹോമിക്കാനും എനിക്ക് മനസ്സില്ലടാ. ഗൗണ്ടറയ്യ എന്നോട് പൊറുക്കണം. പറഞ്ഞതും ആദി രണ്ടാമതും കാഞ്ചു വലിച്ചു. വെടിയേറ്റ കാട്ടുമൃഗത്തിൻ്റേതുപോലെ ഒരു അലർച്ചയുണ്ടായി അഴകരാജയിൽ നിന്ന്. അവൻ്റെ കാൽമുട്ടിൻ്റെ ചിരട്ട പൊട്ടിപ്പിളർന്ന് ചോര പുറത്തേക്ക് തള്ളി. ഹാ! ബാലൻസ് തെറ്റിപ്പോയ അഴകരാജ ഒരിക്കൽ കൂടി അലറിക്കൊണ്ട് പുഴയിലേക്ക് പതിഞ്ഞു. ഗുണ്ടകൾ ചകിതരായി. ആദി അവർക്ക് നേരെ റിവോൾവർ തിരിച്ചു. 4 പേരെ കൂടി തീർക്കാൻ ബുള്ളറ്റ് ബാക്കിയുണ്ട്. മരിക്കേണ്ടവർക്ക് മുന്നോട്ട് വരാം. കടാര അരയിൽ താഴ്ത്തിക്കൊണ്ട് ഉന്മാദിയെപ്പോലെ അവൻ പറഞ്ഞു. വാടാ, അവൻ വീണ്ടും വിളിച്ചു. പക്ഷേ ഗുണ്ടകൾ പിന്നോക്കം മാറി. എങ്കടാ ഓടുങ്കിറേ, ഭയന്താൽ കൊള്ളികളെ, അടിച്ചു കൊല്ലടാ അന്തനായെ. തറയിൽ നിന്ന് എഴുന്നേൽക്കാൻ ശ്രമിക്കുന്നതിനിടെ അഴകരാജ അവരെ മണ്ണുവാരി എറിഞ്ഞു. ആദി, ഇനി നിൽക്കണ്ട. അച്ഛനെയും അമ്മയും കൂട്ടി വേഗം പോയിക്കോ. ഗൗണ്ടർ ധൃതി കൂട്ടി. പോകാം, പക്ഷേ അങ്ങും ഇവിടെ നിൽക്കാൻ പാടില്ല. ഒരു വാഹനം അങ്ങേക്ക് ഉപയോഗിക്കാം. ഞങ്ങളുടെ ഒപ്പം അങ്ങയും പോകണം, ആദി പറഞ്ഞു. ഗൗണ്ടർ തലകുലുക്കി. ഗുണ്ടകൾ അടുത്തു വരാതിരിക്കാൻ അഴകരാജയുടെ നേർക്ക് റിവോൾവർ ചൂണ്ടിക്കൊണ്ടു നിന്നു ആദി. തീയിൽ കിടന്ന് ആടിൻ്റെ മാംസം കരിയുന്നതിൻ്റെ ഗന്ധം അവിടെ പരന്നു. ലിജോ വേഗത്തിൽ ചെന്ന് ശേഖറിൻ്റെയും സുഗന്ധിയുടെയും കെട്ടുകൾ അഴിച്ചു. അവരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ കൊണ്ടുവന്നു സുമോയിൽ കയറ്റി. ആദി ഡ്രൈവറുടെ സീറ്റിങ്ങിലേക്ക് വന്ന് റിവോൾവർ ചൂണ്ടിയിരുന്നു. രണ്ടാമത്തെ സുമോയിൽ ഗൗണ്ടർ വന്ന് കയറി. തോട്ടത്തിൽ 3 സുമോ വാനുകളും അഴകരാജയുടെ ഇന്നോവയും കൂടി ഉണ്ടായിരുന്നു. ലിജോ അവയുടെ ടയറുകൾ കുത്തിക്കീറിയിട്ട് പാഞ്ഞെത്തി. വെണ്ടത്തോട്ടത്തെ ഞെരിച്ചമർത്തിക്കൊണ്ട് 2 വാഹനങ്ങളും തിരിഞ്ഞു. പിന്നിൽ പൊടിപടലങ്ങൾ ഇളക്കി അവ പാഞ്ഞുപോയി. അകന്നു നിന്ന ഗുണ്ടകൾ അതോടെ അഴകരാജയുടെ അരികിൽ ഓടിയെത്തി. വേദനയും അപമാനവും കാരണം അവൻ അവരെ പുഴുത്തത്തെറി വിളിച്ചു. സുമോകൾ തേരേക്കാൽ പുത്തൂരിലെത്തിയപ്പോൾ ആദി വണ്ടി നിർത്തിയിറങ്ങി. നേരത്തെ ഇറക്കിവിട്ട ഗുണ്ടകളെയൊന്നും അവിടെ കണ്ടില്ല. അവൻ ഗൗണ്ടറുടെ അരികിലേക്ക് ചെന്ന് നന്ദി പറഞ്ഞു. വേഗം പോയിക്കോ, മറക്കില്ല. അതുമാത്രമായിരുന്നു ഗൗണ്ടറുടെ മറുപടി. ശരിയയ്യ. 2 വാഹനങ്ങളും 2 ദിശകളിലേക്കും പാഞ്ഞു. അതിനിടെ ലിജോ സാജനെ വിളിച്ചു. അവർ നാഗർകോവിലുണ്ടെന്ന് അറിയിപ്പ് കിട്ടി. 10 മിനിറ്റ് കൊണ്ട് അവരും അവിടെ എത്തി. പിന്നെ സുമോ ഉപേക്ഷിച്ച് ജീപ്പിൽ കയറി. നാട്ടിലേക്ക് മടക്കയാത്ര. എന്നാൽ ഞങ്ങളെന്തിനാ അങ്ങോട്ട് കൊണ്ടുപോകുന്നത്? കടുത്ത നീരസമായിരുന്നു ശേഖരന്. ചാകാൻ വിടാൻ മനസ്സില്ലാഞ്ഞിട്ട്. ആദിക്ക് ദേഷ്യം വന്നു. ഗുണ്ടകളിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങളും സെൽഫോണുകളും ഓരോന്നായി എടുത്ത് ലിജോ പുറത്തേക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു. റിവോൾവർ മാത്രം ആദി കളഞ്ഞില്ല. 4 ബുള്ളറ്റുകൾ ബാക്കിയുണ്ട്. വണ്ടിപ്പെരിയാർ. കിടക്കയിൽ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും ജയന്തന് ഉറക്കം വന്നില്ല. മനസ്സ് കലുഷമാണ്. മറ്റന്നാൾ അനിശ്ചിതകാല നിരാഹാരം ആരംഭിക്കുകയാണ്. അതിൻ്റെ അവസാന തയ്യാറെടുപ്പിനും വിലയിരുത്തലിനുമായി നാളെ വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. അതിനു മുമ്പെങ്കിലും ആദ്യമായി ഒന്ന് ബന്ധപ്പെടാൻ കഴിയുമോ? ജയന്തൻ കിടക്കയിൽ എഴുന്നേറ്റിരുന്നു. ടീപ്പോയിലിരുന്ന സെൽഫോണിൽ അവൻ്റെ കണ്ണുടുക്കി. അതെടുത്ത് വെറുതെ അവൻ ആദിയുടെ നമ്പറിൽ കുത്തി. അപ്പുറത്ത് ബെല്ലടിക്കുന്ന ശബ്ദം. ജയന്തൻ്റെ ഉള്ളിൽ കുളിര് കോരി. ജയന്താ, ഫോണിലൂടെ ആദിയുടെ സ്വരം. അവന് ദേഷ്യവും സങ്കടവും ഒന്നിച്ചുണ്ടായി. കഴിവറുടെ മോനെ, നീ എവിടെ പോയി കിടക്കായിരുന്നടാ? 2 ദിവസമായി ഞാൻ വിളിക്കുന്നു. നീ ഫോൺ എന്തിനാ ഓഫ് ചെയ്തു വെച്ചത്? ഒറ്റ ശ്വാസത്തിലാണ് ജയന്ത അത്രയും ചോദിച്ചത്. അതൊക്കെ വിസ്തരിച്ച് പിന്നെ പറയാമടാ. ഞാനൊരു വഴി വരെ പോന്നതാ. ഇപ്പോൾ കുമളിക്ക് വന്നുകൊണ്ടിരിക്കുകയാ. ജയന്തന് അല്പം ആശ്വാസം തോന്നി. നീ എപ്പോഴിങ്ങെത്തും? അത് രാവിലെ ഒരു 7 മണിയാകും. എന്താടാ, പ്രത്യേകിച്ച് വല്ലതും? ഉണ്ട്. എൻ്റെ അനിശ്ചിതകാല നിരാഹാരം തുടങ്ങാൻ പോകുന്നു. അതേക്കുറിച്ച് വിശദമായി നിന്നോട് സംസാരിക്കണം. പിന്നെ ഈ വെളുപ്പിന് ഞാനൊഴികെ എല്ലാവരും തിരുവനന്തപുരത്തിന് പോവുക. അതെന്തിന്? ജലസേചന മന്ത്രി സദാശിവൻ്റെ മകളുമായി പരശുവേട്ടൻ്റെ വിവാഹം. നാളെയാ പെണ്ണുകാണൽ ചടങ്ങ്. അതെയോ? അപ്പുറത്തൊരു നിമിഷത്തെ മൗനം. അതൊരു കുരുക്കാണല്ലോടാ. എന്ത് കുരുക്ക്? ജയന്തൻ്റെ നെറ്റി ചുളിഞ്ഞു. മരുമകൻ്റെ അനുജൻ സമരരംഗത്ത് മന്ത്രിക്കെതിരെ. സമരം നിർത്താൻ നിന്റെ മേൽ പ്രഷറുണ്ടാവും. അതേക്കുറിച്ച് ജയന്തൻ ചിന്തിച്ചത് അപ്പോൾ മാത്രമാണ്. സമരം മന്ത്രിക്കെതിരെയല്ലോ, ഗവൺമെൻറ്റിനെതിരെയല്ലേ. ഒന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന അവരുടെ നയങ്ങൾക്കെതിരെ. എന്തു വന്നാലും ഞാൻ പിന്മാറാൻ സമ്മതിക്കത്തില്ലടാ. ആരൊക്കെ എതിർത്താലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും, അവൻ തർപ്പിച്ചു പറഞ്ഞു. ഓക്കേടാ, അപ്പോൾ രാവിലെ കാണാം. ആദ്യം ഫോൺ കട്ട് ചെയ്തു. ജയന്തൻ അവൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരുന്നു. രാത്രി 12 മണി. ദേവനായകൻ ചെമ്പട്ടിക്കാളിയനെ ആപാത ചൂടൊന്ന് നോക്കി. മെഴുകുതിരിയുടെ വെളിച്ചത്തിൽ അയാളുടെ ശരീരത്തിലെ വിയർപ്പുത്തുള്ളികൾ മുത്തുമണികൾ പോലെ തിളങ്ങി. എന്താ തലൈവരെ പെട്ടെന്ന്? ചാരയക്കുപ്പി പാറയിൽ വെച്ചുകൊണ്ട് കാളിയൻ ചോദിച്ചു. വെളുപ്പിന് 4 മണിക്ക് ശേഷം ജയന്തൻ്റെ വീട്ടിൽ അവൻ മാത്രമേ കാണൂ. മറ്റുള്ളവർ തിരുവനന്തപുരത്തിന് പോകും. നിനക്ക് പറ്റിയ നേരമാ, ദേവനായകൻ പറഞ്ഞു. ഇപ്പോഴാണെങ്കിൽ ആദ്യം സ്ഥലത്തില്ല. വാഹനവും വഴികാട്ടിയുമൊക്കെ കൂടെ വരും. ഇനി അത് വൈകിക്കേണ്ട. കാളിയൻ്റെ കണ്ണുകളിൽ ഒരു പ്രകാശം പരന്നു.
മെഴുകുതിരി ജ്വാലയുമായി കൂടിച്ചേർന്ന് അത് ചുവന്നു. വണ്ടിപ്പെരിയാർ. വെളുപ്പിന് 4 മണി. സുരേന്ദ്രനാഥ് പോർച്ചിൽ ഇറങ്ങി നിന്ന് അസ്വസ്ഥതയോടെ വാച്ചു നോക്കി. പിന്നെ തുറന്നു കിടന്നിരുന്ന വാതിൽക്കലേക്ക് തിരിഞ്ഞ് അയാൾ വിളിച്ചു ചോദിച്ചു, ഇതുവരെ ഒരുക്കം കഴിഞ്ഞില്ലേ? ഉച്ചയ്ക്ക് മുമ്പ് തിരുവനന്തപുരത്തെത്താനുള്ളതാ. ദേ വരുന്നു അകത്തുനിന്ന് കനകത്തിൻ്റെ ശബ്ദം. ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ മജന്ത നിറത്തിലുള്ള പട്ടുസാരിയും അതിന് യോജിച്ച ബ്ലൗസും അണിഞ്ഞ് അവർ സിറ്റൗട്ടിലെത്തി. എങ്ങനെയുണ്ട്? കമലം ഭർത്താവിനോട് തിരക്കി. ഡ്രൈവർ വണ്ടിയിലുള്ളതുകൊണ്ട് ഞാനിപ്പോൾ മറുപടി പറയുന്നില്ല. പകുതി തമാശയും പകുതി കാര്യവുമായാണ് അയാൾ പറഞ്ഞത്. കമല മുഖമൊന്ന് വെട്ടിച്ചു. അവർക്ക് പിന്നാലെ ജുവലും വന്നു. പരശു, സുരേന്ദ്രനാഥ് വിളിച്ചപ്പോഴേക്കും അവനും എത്തിക്കഴിഞ്ഞു. ഏറ്റവും പിന്നാലെ ജയന്തൻ വാതിക്കലെത്തി. എന്നാൽ പിന്നെ ഞങ്ങളങ്ങോട്ട് പോകുക. രാത്രിയിലെ മടങ്ങി വരൂ. അതുകൊണ്ട് വാതിൽ പൂട്ടി താക്കോൽ നീ തന്നെ വെച്ചോ മോനെ, കമലം പറഞ്ഞു. എങ്കിലത് സമരപ്പന്തലിലെങ്ങാനും നോക്കിയാൽ മതി. ജുവൽ അടക്കി ചിരിച്ചു. പോടി. ജയന്തൻ അവളെ നോക്കി കണ്ണുരുട്ടി. എല്ലാവരും ഇന്നോവയിൽ കയറി. മുൻ സീറ്റിൽ ഡ്രൈവർക്കൊപ്പമാണ് സുരേന്ദ്രനാഥ് ഇരുന്നത്. കാർ മെല്ലെ ഗേറ്റ് കടന്ന് ഇടത്തേക്ക് തിരിഞ്ഞുപോയി. ജയന്തൻ വാതിലടച്ച് ബോൾട്ടിട്ടു. സുഖമായി ഒന്നുകൂടി ഉറങ്ങാൻ നേരമുണ്ട്. ഇന്നോവ ഗേറ്റ് കടന്നു പോകുന്നത് കുറച്ചകലെ മഞ്ഞിൽ മറഞ്ഞു കിടന്ന ഒരു ജീപ്പിലിരുന്ന് ചെമ്പട്ടി കാളിയും കണ്ടു. ഡ്രൈവിംഗ് സീറ്റിലിരുന്ന ശശിയുടെ തോളിൽ അയാൾ പതുക്കെയൊന്ന് തട്ടി. ദേവനായകത്തിൻ്റെ ഡ്രൈവറാണ് ശശി. പോകാം. അയാൾ ജീപ്പ് സ്റ്റാർട്ട് ചെയ്തു. റോഡിൽ കാര്യമായി വാഹനങ്ങളൊന്നുമില്ല. ഗേറ്റിനകത്തേക്ക് കയറ്റണോ? ശശി കാളിയനെ നോക്കി. അയാളൊന്ന് മൂളി. പോർച്ചിന് മുന്നിലെത്തിയ ശശി കാളിയൻ ഇറങ്ങിയ ഉടനെ ജീപ്പ് തിരിച്ചിട്ടു. അത്യാവശ്യം വന്നാൽ ഉടൻ രക്ഷപ്പെട്ടു പോകണം. ദേവനായകൻ രഹസ്യമായി നിർദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ശശി ജീപ്പിൽ കാത്തിരുന്നു. പുറത്തിറങ്ങിയ കാളിയനെ പിന്നെ കണ്ടില്ല. വീടിനെ ഒരു വട്ടം വലം വെച്ചു കാളിയൻ. പുറത്തേക്കുള്ള വാതിലുകളെല്ലാം അകത്തുനിന്ന് അടച്ചിരിക്കുകയാണെന്ന് ബോധ്യമായി. അടുക്കള വാതിലിനരികിൽ കാളിയൻ നിന്നു. ഇത് തകർക്കാനാണ് എളുപ്പം. കാളിയൻ്റെ ഉരുക്കുപോലെയുള്ള വലുതുകാൽ അടുക്കള വാതിലിൽ ആഞ്ഞു പതിച്ചു. അകത്ത് ഒരു കൊളുത്തു പറയുന്നത് പോലുള്ള ഒച്ച. ഒരു തവണ കൂടി ആഞ്ഞു ചവിട്ടി. ഇത്തവണ ഒരു കൊളുത്ത് ഇളകി വീണു. ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്ന് കിടന്നതേയുള്ളൂ ജയന്തൻ. ആ നേരത്താണ് ശബ്ദം കേട്ടത്. അവൻ ചാടി എഴുന്നേറ്റു. അടുത്ത നിമിഷം വീണ്ടും ശബ്ദം കേട്ടു. അത് അടുക്കളയിൽ നിന്നാണെന്ന് ബോധ്യമായി. ജയന്തന് അപകടം മണത്തു. എന്തു വേണം? അവൻ ചിന്തിച്ചു. വീണ്ടും വാതിലിൽ ചവിട്ടുന്ന ഒച്ച. പിന്നാലെ അത് തകർന്നു വീഴുന്നതിൻ്റെ ശബ്ദം. കഥ തുടരും.